അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ എന്ന് വോട്ടെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ PR പ്രവൃത്തികൾ നമ്മൾ കണ്ടതാണ്, വിവിധ നേതാക്കളിൽ നിന്ന് അടക്കം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതായി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കമാൻഡിൻ്റെ നിലപാട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികൾക്ക് ഏറ്റവും തൽപരനായ ഒരാൾ മാത്രമായിരിക്കുമല്ലോ അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ UDF-നും കോൺഗ്രസിനും അവതരിപ്പിക്കാൻ സാധിക്കുക. ഡാൻ, 80 സീറ്റിന് മുകളിൽ ലഭിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ കോൺഗ്രസിലെ ബലപരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് നേതാക്കളുടെ ബലപരീക്ഷണങ്ങളൊക്കെ വീണ്ടും കേരളം കാണേണ്ടി വരും. സമാനതകളില്ലാത്ത തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത് വഴിമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. മുൻപെങ്കിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പിടിവലി ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം 80 സീറ്റിന് താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ, അതായത് 75 മുതൽ 80 സീറ്റ് വരെ അങ്ങനെ ഒരു സംഖ്യയിലേക്കാണ് എത്തുന്നതെങ്കിൽ അവിടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വമെടുക്കുന്ന നിർണായകമായ നിലപാട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഹൈക്കമാൻഡിന് മുന്നിൽ അടക്കം ഒരു വലിയ സമ്മർദ്ദ തന്ത്രമായി മാറുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ലീഗിൻ്റെ കൃത്യമായ നിലപാടോടെ സംസ്ഥാനത്ത് UDF-ന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടി വന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. നമുക്കതറിയാം. ലീഗ് എടുക്കുന്ന നിലപാട് അത് ഉമ്മൻചാണ്ടിക്കടക്കം അനുകൂലമായി മാറിയിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് 2011 തിരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ലീഗ് എപ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, പാണക്കാട് കുടുംബം എടുക്കുന്ന നിലപാടൊക്കെ പലപ്പോഴും ഒരാൾക്ക് തുണയായി വരികയും മറ്റുള്ളവരെ സൈഡ് ലൈനായി പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ ഈ 75 മുതൽ 80 സീറ്റുകൾ വരെ മാത്രം ലഭിക്കുന്ന അങ്ങനെ ഒരു കേവലമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ലീഗിൻ്റെ നിലപാട് തന്നെയാകും നിർണായകം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഉയർന്ന, അതായത് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുജന വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകണം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ ലീഗിനോട് അഭിപ്രായം തേടിയാൽ ലീഗിന് കൃത്യമായ ഒരു സേ ഉണ്ടായിരിക്കും, പറയാൻ ഒരു പേരുണ്ടായിരിക്കുമെന്ന്, അതായത് ഒരു സിംഗിൾ പേര് പറയുമെന്ന സൂചന തന്നെയാണ് ലീഗിൻ്റെ നേതൃത്വം മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആരാവും എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്ന ചർച്ചകളിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KM ഷാജി അതോടൊപ്പം ബഷീർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ VD സതീശന് വേണ്ടി വളരെ അഡമൻ്റായി നിലകൊള്ളുകയാണ്. അവർ നേതൃയോഗത്തിലും അത് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. VD സതീശനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന VD സതീശനെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള PM എ സലാം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു നിരയുണ്ട്. അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അതോടൊപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ള ഒരു പ്രതികരണം എന്താകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ലീഗിൽ ഈ കാര്യത്തിൽ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ലീഗിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലാകും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം ലീഗിന്റെ പിന്തുണ തനിക്ക് ലഭിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അതേസമയം വളരെ പെട്ടെന്ന് ഡാൻ ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഇതാ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് സാഹചര്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ഉണ്ടായ കാലതാമസം. ആ സമയത്ത് പോലും ലീഗിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ലീഗ് കൃത്യമായി സംയമനം പാലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ തന്നെ പരിഗണിച്ചാൽ, അതായത് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുമ്പോൾ പോലും ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്നുള്ളതാണ്. പക്ഷേ ആഭ്യന്തരമായി പാർട്ടിക്കകത്ത് വളരെ കൃത്യമായി ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുവാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഇപ്പോൾ അനീഷിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനു മുമ്പ് TG സജിത്ത് ഉണ്ട്. സജിത്ത്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലീഗിന്റെ നിലപാട് ഏറ്റവും നിർണായകമായേക്കാം. അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമേ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് UDF എന്ന കക്ഷിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് സീറ്റുകളുടെ എണ്ണം എന്നത് അധികാരത്തിലേറുന്നതിന് പാകമാകുന്ന തരത്തിൽ, അതായത് ഒരു കൃത്യമായ ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് കഷ്ടിച്ച് അധികാരത്തിലേറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് നന്നായി വഴങ്ങേണ്ടി വരും കോൺഗ്രസ് എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോഴും ഇതുവരെയുള്ള ലീഗിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നോക്കിയാൽ ലീഗിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് അത്തരം അഭിപ്രായ ഭിന്നതകൾ പ്രകടമായിരുന്നില്ല.
പാർട്ടിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ എന്ന നിലയിൽ തന്നെയാണ് പാണക്കാട് നിന്ന് അന്തിമമായ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചും ലീഗിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെങ്കിലും കൃത്യമായ ഒരു നിലപാട് പാർട്ടി കോൺഗ്രസിനെയും UDF-നെയും അറിയിക്കും എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത്? അഭിലാഷ്, അങ്ങനെ തന്നെ കരുതണം. കാരണം ഇത്തവണത്തെ സാഹചര്യത്തിൽ ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എപ്പോഴും MLA-മാരുടെ പിന്തുണ ആർക്ക് എന്നൊരു കണക്കെടുപ്പാണ് പലപ്പോഴും നടത്താറുള്ളത്. പക്ഷേ ആ കണക്കെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പും മുന്നണിയിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടി വരും. കാരണം MLA-മാർ പിന്തുണയ്ക്കുന്ന വ്യക്തി അപ്പോഴത്തെ സാഹചര്യം എന്ന പരിഗണന മാത്രത്തിനപ്പുറം മുസ്ലിം ലീഗിനെ പോലെ UDF-നെ താങ്ങി നിർത്തുന്ന സുപ്രധാനമായ ഒരു രാഷ്ട്രീയ കക്ഷി എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തവണത്തെ സാഹചര്യം നോക്കുമ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ അത് ലീഗ് നൽകുന്ന കരുത്തിലായിരിക്കും ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ലീഗ് മത്സരിച്ച സീറ്റുകളിൽ അവർക്കുണ്ടാകാൻ പോകുന്ന അപ്രമാദിത്യം എന്നതിനുമപ്പുറം ലീഗ് പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗം UDF-ന് നൽകുന്ന ഒരു പിന്തുണ അത് വളരെ സുപ്രധാനമായ ഒരു ഘടകമായിരിക്കും. അപ്പോൾ ലീഗ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമാണ്. ലീഗ് ഒരു തീർച്ചയായും അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാനാണ് സാധ്യത. പക്ഷേ പരസ്യ ചർച്ചകളിലേക്കൊന്നും വരാതെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ടാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ലീഗ് പറയാൻ സാധ്യത ഉണ്ടാവുന്ന ഒരു നിലപാട് KC വേണുഗോപാലിന് അനുകൂലമാവാൻ സാധ്യതയില്ല. അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നേക്കാം, ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കെട്ടിയിറക്കപ്പെട്ടേക്കാം, ഇങ്ങനെയുള്ള പല സാധ്യതകളും കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ ലീഗിൻ്റെ നിലപാട് ഒരു പക്ഷേ KCക്ക് അനുകൂലമാവാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, സംസ്ഥാനത്ത് മത്സരിച്ച വ്യക്തിയല്ല KC വേണുഗോപാൽ. അദ്ദേഹം നിലവിൽ MP ആണ്. ഇനി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ പോലും സംസ്ഥാനത്ത് ഒരാൾ രാജിവെച്ച് ഒരു ബൈ ഇലക്ഷനിലൂടെ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വരണം. അപ്പോൾ അത്തരമൊരു സാഹചര്യം എന്തിനുണ്ടാക്കുന്നു എന്നൊരു ചോദ്യം ഒരു പക്ഷേ ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചേക്കാം. കാരണം സംസ്ഥാനത്തെ പൊതു സാഹചര്യങ്ങൾ അതായിരുന്നില്ലല്ലോ. പ്രവർത്തകർ വോട്ട് ചെയ്തത് മറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ. അപ്പോൾ നിലവിലുള്ള രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ, ഈ രണ്ട് പേരുകൾക്ക് തന്നെ പ്രാമുഖ്യം നൽകിയുള്ള ഒരു നിലപാടെടുക്കലാവാം ഒരു പക്ഷേ ലീഗ് നേതൃയോഗത്തിൽ അല്ലെങ്കിൽ ലീഗ് നേതാക്കളുടെ മനസ്സിലുണ്ടാവുക. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പറയാൻ പോകുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മുൻകാല UDF സർക്കാരുകളുടെ കാലത്ത് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടിയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നവരായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ. പക്ഷേ കാലം മാറി. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ലീഗ് നേതൃത്വം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് അത്ര കണ്ട അടുപ്പം പുലർത്തിയൊന്നുമില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ലീഗ് നേതൃത്വവുമായി വലിയ ബന്ധമുള്ളവരാണ്. മുൻകാലങ്ങളിൽ ആ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവർ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനാണ് കൂടുതൽ അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. സതീശൻ്റെ നേതൃത്വവും സതീശൻ്റെ ഇടപെടലുകളും ലീഗ് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ സ്വാഭാവികമായും സതീശനോടല്ലേ അല്പം കൂടി സേ ഉണ്ടാവുക, സതീശനോടുകൂടല്ലേ അല്പം കൂടി അടുപ്പം ഉണ്ടാവുക എന്ന ചോദ്യമുണ്ട്. ചില ലീഗ് കേന്ദ്രങ്ങളും ആ സൂചനകൾ പങ്കുവെക്കുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അത് രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ VD സതീശനോടോ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു നിലപാടിലേക്ക് തന്നെ ലീഗ് വരാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ നമുക്ക് സാധ്യതയായി കാണാൻ കഴിയുക. അതൊരു പക്ഷേ VD സതീശനോട് കൂടുതൽ താല്പര്യം വെച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് സാഹചര്യം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണം എന്ന ചർച്ചയിൽ ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. പരസ്യമായിട്ടല്ലെങ്കിലും ലീഗിന്റെ അഭിപ്രായം അവർ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിച്ചേക്കാം. അവിടെ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ലക്ഷ്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് ഭൂരിപക്ഷം കിട്ടി സർക്കാർ രൂപീകരിക്കപ്പെടുമ്പോൾ ലീഗിന്റെ പ്ലേസ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് എന്ന കാര്യത്തിൽ കൂടിയാണ്. അതായത് ലീഗിന്റെ നിലപാടുകൾ കൂടി അംഗീകരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്നൊരു താല്പര്യം അവർക്ക് ഇക്കാര്യത്തിൽ പ്രകടമായേക്കാം. അതൊരു പക്ഷേ VD സതീശനോ രമേശ് ചെന്നിത്തലയോ പോലെ പേരുകളിലെ അവർ പിന്തുണയ്ക്കുമ്പോൾ ആ കാര്യത്തിലുള്ള ഉറപ്പും കൂടി വാങ്ങിയ ശേഷമായിരിക്കും ലീഗിന്റെ പിന്തുണ അറിയിക്കലുണ്ടാവുക. അതിൽ 5-ാം തീയതി വരെയുള്ള അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനുമപ്പുറം ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള കീ പോസ്റ്റുകളിലേക്ക് ലീഗിന്റെ സമ്മർദ്ദവും സാഹചര്യങ്ങളും, അതായത് ഒരു പൊതു ചർച്ചയും തർക്കവും ആകാതെ തന്നെ ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരണം എന്ന താല്പര്യം ലീഗിനുണ്ടായേക്കാം. ആ താല്പര്യം പ്രകടമാവുന്ന രീതിയിലുള്ള ഇടപെടലുകളാവാം ലീഗിൽ നിന്നും ഉണ്ടാവുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.